കൂടെ പാട്ടുപാടി എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാണ്. എന്തായിരുന്നു കോറസ്, ശ്രുതി, സംഗതി, ടെമ്പോ എല്ലാം കിടിലായിരുന്നു. നമ്മുടെ പാട്ടിനെ കൈയടിക്കാൻ നമ്മൾ മാത്രമല്ലേ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ, എല്ലാവർക്കും ചേർന്ന് നമ്മൾ തന്നെ ഒരു കൈയടിയൊക്കെ കൊടുത്തേ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. തെക്കേ സമാജത്തിലുള്ള എല്ലാ അംഗങ്ങളും ഓരോ വർഷവും ഒരു സർപ്രൈസ് നമുക്ക് തരും. അപ്പം അതുപോലൊരു സർപ്രൈസിനുള്ള സമയമാണ്. ആ ഒരു കലാകാരനെ കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നു. എപ്പോൾ വരും, വന്നോ, എപ്പോഴാണ് സ്റ്റേജിൽ വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള പല പല സംശയങ്ങൾക്കിടയിൽ നിന്നും ഒട്ടും സമയം കളയാതെ ഞാനൊരു വളരെ ബഹുമാനത്തോടു കൂടി ഒരു വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടർച്ചയായി 4ാമത്തെ തവണയാണ് അദ്ദേഹം ഈ വേദിയിൽ വരാൻ പോകുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം നമ്മുടെ ടി വി ചേട്ടനും അദ്ദേഹവും ഒക്കെ ചേർന്നാണ് ഈ ഫോർ യു ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഇത്രയും വിപുലമേറിയ വേദികൾ ഒരുക്കുന്ന വിജയ സംരംഭത്തിൻ്റെ അമരത്തിരിക്കുന്നവർ. അപ്പോൾ നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ മലയാളിയുടെ പ്രിയപ്പെട്ട അഭിനേതാവും കോമഡി ഉത്സവത്തിലൂടെയും ഒരുപാട് വേദികളിലൂടെയും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെയുള്ള ഇന്റർനാഷണൽ ഷോസിലൂടെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ദ യങ് ടാലന്റഡ്, ദ ഡൈനമിക് ഹീറോ, ദ വൺ ആൻഡ് ഓൺലി റെജി രാമപുരം. വി ഹാവ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു നല്ല കയ്യടികളോട് കൂടി ഞാൻ ഈ വേദിയിലേക്ക് റെജി രാമപുരത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിവിടെ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഓരോരോ പ്രോഗ്രാം ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയ്യടി തരണം. കഴിഞ്ഞ 4 വർഷത്തെ പ്രയത്നത്തിനുണ്ട്. കാരണം ഞാനും ഇപ്പോൾ ഒരു മണ്ണുത്തിക്കാരനായി മാറിയിരിക്കണം. കാരണം ഈ സമാജം അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ കാവിലമ്മ എന്ന് പറയുന്നത് എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്നേഹമുണ്ട് ഈ നാടിനോട്. ഇന്ന് ഈ വേദിയിലേക്ക് ഞാൻ കഥ പറയാൻ വന്നതല്ല, എനിക്കൊരു വിശിഷ്ട വ്യക്തി ഈ വേദിയിൽ പരിചയപ്പെടുത്താനുണ്ട്. ആ ചുമതലയുമായിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. ആരാണത്? അയാൾക്കൊരു ഗസ് ചെയ്യാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കലാപ്രതിഭ, സ്കൂൾ യുവജനോത്സവ വേദികളിൽ അത്ഭുതാവഹമായ പ്രകടനം കാഴ്ചവെച്ച് അന്നത്തെ മാധ്യമങ്ങളിലെ എല്ലാം ചർച്ചാ വിഷയമായി മാറിയ കലാകാരൻ, മലയാളത്തിലെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ എന്ന ജഗദീഷ് ശ്രീകുമാറിനൊപ്പം മലയാള സിനിമയുടെ പടിവാതിൽ കടന്ന് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കലാകാരൻ, നമ്മളുടെ എല്ലാം ലിറ്റിൽ മെഗാസ്റ്റാർ വൺ ആൻഡ് ഓൺലി ഗിന്നസ് ബക്രു അത്ഭുതദ്വീപ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ മലയാളത്തിന്റെ ആ ചെറിയ വലിയ താരം പിന്നീട് അങ്ങോട്ട് മികച്ച സംവിധായകൻ എന്ന രീതിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. അതിലുപരി ഏറ്റവും മികച്ച നിർമ്മാതാവ് എന്ന പേരിലും 3 വട്ടം ഗിന്നസ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ നമ്മുടെ എല്ലാം പ്രിയങ്കരായ മലയാളത്തിലെ വൺ ആൻഡ് ഓൺലി ലിറ്റിൽ മെഗാസ്റ്റാർ ഗിന്നസ് ബക്രു. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ, എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ നൽകിയ ഈ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം, അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. അതിൽ നിങ്ങളോട് നേരിട്ട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. ഒരു ചെറിയ സംശയം എനിക്കുള്ളത്, എല്ലാവർക്കും എന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇനി എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുകയില്ല. ഇവിടെ ഒരു നല്ലൊരു കുഴിയാണ്. എൻ്റെ സൈസിന് ഇത് കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റാണ്. അത് മാത്രമല്ല, ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ നല്ല 2-3 സ്പീക്കർ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് മുന്നിൽ ചൈനയിലെ 1 മതിൽ. അപ്പോൾ നിങ്ങൾ പുറയിൽ നിന്ന് നോക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഐസ്ക്രീമിൽ ചെറി വെച്ചേക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ടെന്ന്. എന്താ വഴി? ഞാൻ ആകപ്പാടെ ടെൻഷനായല്ലോ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ചന്ദ്രനിൽ പോയിട്ട് താഴെ വന്ന പോലെട്ടായിരുന്നു. ഒരു മിനിറ്റ്, ചെറിയൊരു വർക്കുണ്ടോ? എന്താ സംഭവം? അല്ല, ഇതിന് ചുറ്റും ഒന്ന് നടന്നു നോക്കിയതാ. തൃശ്ശൂർ റൗണ്ടിനൊരു റൗണ്ട് വെച്ചോലിട്ട് കേട്ടോ, കൊള്ളാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കാണാനും ഒക്കെ അവസരം ഒരുക്കി തന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ കാവിലെ തെക്കേ സമാജം എന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പാണ്. അവർക്ക്, അതിൻ്റെ സംഘാടകർക്ക്, ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ചെറിയ വലിയ നന്ദി അറിയിക്കുന്നു. ഒപ്പം എനിക്ക് തോന്നുന്നത് തെക്കേ സമാജത്തിൻ്റെ പരിപാടിയായിട്ട് എത്രാമത്തെ തവണയാണ്? ഞാനിവിടെ 4ാമത്തെ വർഷം. നമുക്ക് നിർത്താറായില്ലേ ഇത്? പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, തെക്കേ സമാജം ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നമ്മുടെ റാം റജി എന്ന ഈ കലാകാരൻ
ഓരോ തവണ ഈ വേദിയിൽ വരുമ്പോഴും നിങ്ങൾ കൊടുത്ത ആ ഒരു വലിയ കയ്യടിയും പ്രോത്സാഹനവും ഈ പരിപാടികൾക്ക് കൊടുത്ത ഒരു ആവേശോജ്വലമായ സ്വീകരണമൊക്കെ ഞാനും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നോട് റെജി പറഞ്ഞു, ഈ വർഷം 2020 ചേട്ടനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ടുവന്നതിൽ ഈ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് എന്നെ ഈ മുന്നിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ ക്ഷണിച്ചത് തെക്കേ സമാജമാണ്. അവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബലൂൺ മാത്രമേ കാണുന്നുള്ളല്ലോ. എന്തായാലും 2 ബലൂൺ ഉള്ളവർ ഒരു ബലൂൺ എനിക്ക് തരണം കേട്ടോ. കാരണം തിരിച്ചു പോകുമ്പോൾ ആ പാലിയേക്കര ടോൾ ബൂത്ത് ഉണ്ടല്ലോ, അതൊന്ന് കടക്കാനായിട്ടാണ്. കാരണം ഇതേലും തൂങ്ങി അങ്ങോട്ട് പോയി അപ്പുറത്ത് ചെല്ലുമ്പോൾ കൈവിട്ടാൽ താഴെ എത്തും. എന്താ ബ്ലോക്ക്. ശരി ചേട്ടാ, എനിക്ക് കാര്യം ചോദിക്കാണ്ട്. എന്റെ ഒരു സ്വാഭാവികമായ സംശയമാണ്. ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ. ശരി, അല്ല അത് ഗിരീഷ് സൗണ്ട് ഒന്ന് കുറച്ച് കയറ്റിയിട്ടെ. സ്ട്രെയിൻ വരുന്നുണ്ട്, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. നമുക്ക് പുറോട്ട് ഇറങ്ങാം. കേൾക്കട്ടെ. അപ്പൊ എന്താണെന്ന് വെച്ചാല് ചേട്ടാ, ഈ നമ്മുടെ നാട്ടിലെ പറ്റുബുക്ക് പേര് വരുന്ന പോലെ ചേട്ടൻ ഈ ഗിന്നസ് ബുക്ക് പേര് വരുത്തിക്കുന്നത്. ഏറ്റവും മികച്ച നടൻ, ഏറ്റവും നല്ല സംവിധായകൻ, ഒരു നിർമ്മാതാവ്, ഇങ്ങനെ 2-3 വട്ടം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ചേട്ടൻ പേര് വരുത്തി. ഇതൊക്കെ എന്ത് കളിയത്? ഇതെന്താ ഇതിങ്ങനെ? അല്ല, ആദ്യമൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഗിന്നസ് ബുക്കിൽ കയറണമെന്ന്. കാരണം ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ പലപ്പോഴും പല സ്കിറ്റിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഗിന്നസിൽ കയറാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളായിട്ട് ഞാനൊരു സ്കിറ്റ് ചെയ്തു. ആ സ്കിറ്റിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാനൊരു 4-5 ഭീകര ജീവികളുടെ കൂടെ കിടന്നു. 4-5 ഭീകര ജീവികളുണ്ട്? ജീവി? പാറ്റ, പുൽച്ചാടി, എട്ടുകാലി, പല്ലി. പാറ്റ പുൽച്ചാടിയൊക്കെയാണോ ഭീകര ജീവി? ഇതൊക്കെ നിനക്ക് വലിയ സൈസൊന്നും അല്ലായിരിക്കും. എന്റെ ഒരു സൈസിൽ വെച്ച് അതൊക്കെ എനിക്ക് ഭീകരജീവിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിക്കും, അവസാനം നിങ്ങൾ എങ്ങനെയാണ് ഗിന്നസിൽ കയറിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു വലിയ ബുക്ക് എടുത്തോണ്ട് വരും. ആ ബുക്ക് എടുത്തോണ്ട് ഗിന്നസ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിന്റെ മേളിൽ കയറി കിടന്ന് നിൽക്കും. ഇങ്ങനെയാണ് ഞാൻ കയറിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ തമാശകളൊക്കെ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെ പ്രകടനത്തിന് ഒരു ചെറിയ നായകൻ, അല്ല വലിയ നായകൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെറിയ നായകൻ ചെയ്തു എന്നുള്ള നിലയിലാണ് ഗിന്നസ് ബുക്കിൽ കയറിയത്. കണ്ടാ അമ്മച്ചിയുടെ സന്തോഷം, കണ്ടാ ആ ചിരി, കണ്ടാ? താങ്ക് യു അമ്മച്ചി. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്ന വലിയ ബഹുമതി കിട്ടിയത്. അതിൽ ഈ കുതിരയൊക്കെ ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു പോകുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 60-70 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുതിരയ്ക്ക് മീറ്റർ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. അതല്ല പറഞ്ഞത്, ഈ കുതിരപ്പുറത്ത് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു? അനുഭവം സത്യത്തിൽ എനിക്കല്ലായിരുന്നു, പിന്നെ കുതിരയ്ക്കായിരുന്നു. കാരണം 4 ദിവസം കഴിഞ്ഞാണ് അതിന് മനസ്സിലായത് അതിന്റെ പുറത്തൊരാളുണ്ട്. ശരി. അല്ല ചേട്ടാ, അങ്ങനെ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്താൽ പോരായിരുന്നു? എനിക്ക് ഡ്യൂപ്പിനെ കിട്ടുമല്ലോ. അഥവാ കിട്ടുവാണെങ്കിൽ 3 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചിരുത്തണം. അതിലും ഞാൻ തന്നെ അല്ലേന്ന് വിചാരിച്ചു ഞാൻ തന്നെ റിസ്ക് എടുത്തു. അല്ല, എനിക്ക് വേറെ സംശയം ഉള്ളതെന്ന് വെച്ചാല്, ഈ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ സുന്ദരിമാരായ നായികമാരുള്ളത് എന്ന് പരക്കെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിൽ ചേട്ടന്റെ നായികയായി വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപൂർ എന്ന മെലിഞ്ഞൊരു സുന്ദരിയാണ്. ഇത് നായക നടനായ അജയ്കുമാറിന്റെ സ്വന്തം താല്പര്യപ്രകാരമാണെന്ന് ഒരു കിംവദന്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമാണെന്ന് എനിക്കറിയില്ല. ഓൺലൈൻ വഴി ഇങ്ങനെ വരുന്നുണ്ട്. ചുമ്മാ നാണിപ്പിക്കുന്നു. എന്നോട് ചോദിച്ചായിരുന്നു വിനയൻ സാർ ആരെ വേണം. അപ്പൊ ഞാൻ പല നായികമാരുടെ പേര് പറഞ്ഞായിരുന്നു. അവസാനം ഞാൻ മറ്റേ ആ കുട്ടിയില്ലേ, അവസാനമാണ് മല്ലിക കപൂർ വന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണമുണ്ടായി? ഒരു പാട്ട് മുഴുവൻ ആ കുട്ടി എന്നെ എടുത്തോണ്ട് നടന്നാണ് പാടിയത്. സത്യം? പിന്നെ മറ്റേ ചക്രമാവ് എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ട് പാടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം തീർന്നു. ഞങ്ങൾ പിരിയാൻ നിൽക്കുവാണ്. ഷൂട്ടിംഗ് തീർന്നല്ലോ. അപ്പൊ ഞാൻ നായകൻ, മല്ലിക കപൂർ നായിക. ഈ കുട്ടി എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പ്രേംനസീർ സാറിനെ പോലെ നിൽക്കുക. കാരണം നായകനും നായികയായിട്ട് ഒരു മാസം അഭിനയിച്ചല്ലോ. അപ്പൊ ഒരു കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആവും. അപ്പൊ ഈ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് മുട്ടുകുത്തി എന്റെ അടുത്ത് ഇരുന്നു. എങ്ങനെ? ഇതുപോലെ തന്നെ എന്റെ കൈക്ക് കയറി ഇങ്ങനെ പിടിച്ചു. സത്യം? കണ്ണിൽ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ നിൽക്കുക. പിന്നെ എന്നോട് ഈ കുട്ടി പറയുക, എനിക്ക് ജനിക്കാതെ പോയ മോനാണ് നീ എന്ന്. ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതാ നിലത്ത് വരെ. അല്ല ചേട്ടാ, എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഈ അത്ഭുത ദ്വീപ് എന്ന ചിത്രം തമിഴിലായി കന്നഡയിലൊക്കെ മൊഴിമാറ്റം ചെയ്തു വന്നു. ഇത് ഹോളിവുഡിലേക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ കേട്ടു. ഹോളിവുഡിലേക്ക് പലതരത്തിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നടന്നു. പക്ഷെ നടന്നാലും നമ്മൾ അഭിനയിക്കും. ഞാനൊരു കാര്യം പറയാം. ഈ മലയാളം, തമിഴ്, കന്നഡ പോലെ ഒന്നുമല്ല ഹോളിവുഡ് സിനിമ. ഇംഗ്ലീഷ് സിനിമയിൽ നായകന്മാരെ കണ്ടിട്ടുണ്ടോ? നല്ല 6 അടി 7 അടി പൊക്കമുള്ള നല്ല അർണോൾഡിനെയൊക്കെ അറിയോ? ഇത്ര മസുല
ഒരു ലോറി ബസ്സുമായിട്ട് വരുന്നത്. ഇല്ല, പറഞ്ഞു വന്നപ്പോ നീ ചെറുതായിട്ട് ട്രാക്ക് ഒന്ന് മാറിയല്ലോ. എന്ത്? കാരണം ഇവിടെ 4 വർഷമായിട്ട് വന്നു, മറ്റേ തെക്കേ സമാജംകാര് നിന്റെ വലിയ കൂട്ടുകാരൊക്കെയാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കംപ്ലീറ്റ് ആൾക്കാര്, ഇവരുടെ മുമ്പിൽ ഞാൻ മറ്റേ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അറിയാവോ? കണ്ടാ കയ്യടി. നമ്മളെങ്ങനെ ചെറുതാക്കണ്ട കേട്ടോ. ഇംഗ്ലീഷ് പഠനത്തെ സംബന്ധിച്ച് ഹൈറ്റ് വലിയ കാര്യമുണ്ട്. അവിടെ നായകന്മാരൊക്കെ 6 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള ആൾക്കാരാണ്. എത്രയോ വലിയ ആൾക്കാരെ ചില ചെറിയ ആൾക്കാരുടെ മുമ്പിൽ ചില സമയത്ത് നട്ടല് വളച്ചേക്കുന്നു. ഒരിക്കലും ഇല്ല. അവരുടെയൊക്കെ മുന്നിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അമിതാഭ് ബച്ചൻ, ഉദാഹരണത്തിന് അമിതാഭ് ബച്ചൻ എടുക്കാം, സുരേഷ് ഗോപി, ഇവരൊന്നും നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ. ആരുടെ മുമ്പിലും നട്ടൽ വിളച്ചിട്ടില്ല. ഇല്ല. ഞാൻ ചെയ്യുന്ന പോലെ സംഭവങ്ങളൊക്കെ നിനക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ചെറുതായിട്ടൊരു ചെറിയൊരു സ്റ്റെപ്പ് വെച്ച് കാണിച്ചു തരാം. ഉറപ്പായിട്ടും ഞാൻ വെക്കുന്ന അതേ സ്റ്റെപ്പ് നിനക്ക് വെക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും വെച്ചിരിക്കും. ഉറപ്പാ. ഇത്ര സംഭവമുണ്ടോ? ഞാൻ പോയ പോലെ തന്നെ എന്റെ കാലിന്റെ അടി കൂടെ പോണ. അല്ല അത് അങ്ങനെ തോറ്റോ? ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമല്ലായിരുന്നു. അതെ, ഭയങ്കര ബുദ്ധിപൂർവമായിരുന്നു. അപ്പൊ ഇത്തവണ 4ാമത്തെ തവണ ഇവിടെ ഈ ഒരു വലിയ സദസ്സിന് മുമ്പിൽ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? അല്ല, എന്നെ കണ്ട് മടുത്ത് വെറുതെ സത്യമായിട്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല, വെറുത്തിട്ടൊന്നുമില്ല. ഒരുപാട് നല്ല നമ്പറുകൾ റെജിയുടെ കയ്യിലുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും കൈയടിക്കും, അത് യാതൊരു സംശയമില്ല. അപ്പം ഇത്തവണ എന്താണ്? എനിക്കറിയാവുന്ന മെമിക്രി ഇമിറ്റേഷൻ ആണ്. കൂടുതൽ നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ഒരു നടനുണ്ട്, അദ്ദേഹത്തെ ആദ്യം അനുകരിക്കാം. ചെമ്പൻ വിനോദ്. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂരിന്റെ സ്വന്തം വേറെ സംഭവം ഞാനും അനുകരിക്കും. അപ്പൊ അത് ശരി, ഓക്കെ. അപ്പോൾ ചെമ്പൻ വിനോദ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവികമായ സംഭാഷണം ശരി. സംഗതി ഇത്തിരി ഡാർക്കാണേലും ഈ കള്ളന്മാരെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് പീപ്പിൾ ആച്ചോ. കേരളത്തിലെ 10 ആൾക്കാരെടുത്താ 9 ആൾക്കാർ ഇന്റർനാഷണൽ പോടുള്ള ചെക്ക. നീ ഇപ്പൊ എന്തിനൊക്കെ അറിയണേ? എന്തിനൊക്കെ അറിയണെന്ന്? ജയിലിൽ ചെക്ക് ബിരിയാണി എളുപ്പം തന്നെ. നിനക്ക് ഇവിടെ വരാൻ പറ്റില്ല. അവള് പോട്രാ. എന്റെ ഫാൻസാ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെയുള്ള കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ചുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തൃശ്ശൂരിന് എന്താ സംഭവിച്ചത്, ചേട്ടൻ എന്താ ചെയ്യാൻ പോണേ? ഞാൻ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കൊച്ചു മിക്രി ഞാൻ ഒരു വെട്ടി കാണിക്കാം. ഞാൻ വെടിക്കെട്ടിന്റെ ശബ്ദം നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തമുള്ള വെടിക്കെട്ടും അത്രയൊന്നും ഇല്ലെങ്കിലും എന്റേതായ രീതിയിൽ ഒരു ചെറിയ വെടിക്കെട്ടിന്റെ പറ്റാവുന്ന കാര്യം ചെയ്താൽ പോരെ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആൾക്കാർ എന്റെ ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എന്ത് കാണിച്ചാലും അവരെ ഏറ്റവും റെഡിയാണോ? റെഡി. കുറച്ച് സൗണ്ട് വരുമോ കൂടുതലും? എവിടുന്ന് വരുന്നു? ഞാൻ തന്നെ വിട്ടത്. ഇവിടുന്നാണ് പോയത്. കീറി വിട്ട് സൂപ്പർ ആവുന്നുണ്ട്. അടിച്ചു പൊളിച്ചോ, നീ ഇങ്ങനെ തന്നെ പോട്ടെ. മൈ ബിഗ് ബോസിൽ നമ്മുടെ രജിത് കുമാറില്ലേ, പുള്ളി പറയുന്ന പോലെ ഞാൻ സ്വന്തമായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തതാ. അടുത്ത പറയണേ. ഇതിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ പൊന്നെ, എന്തിനാ കാന്താരി അധികം? സത്യം, ഞാനും പ്രതീക്ഷിച്ചില്ല. മാലപ്പടക്കത്തിന് തീ കൊടുത്തിക്കോട്ടെ. സമൂസയോ ചോദിച്ചു മേടിച്ചല്ലേ? ഇനി അടുത്ത നീ എന്താ ചെയ്യാൻ പോണേ? അല്ല, ഞാൻ എന്തായാലും ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാധ്യമരംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്ത് കൊല്ലുകയും പെൺകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്ത് കൊല്ലും, അതിൻ്റെ കോടതി അതിനെതിരെ നടപടി എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വാളയാർ ദുരന്തം പോലുള്ള കേസുകൾ കണ്ടിട്ടുണ്ട്. ക്യൂൻ എന്ന സിനിമയിൽ സലിമേട്ടൻ അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ ക്യൂൻ എന്ന സിനിമ ഇപ്പോൾ കോമഡി ഉത്സവത്തിലൊക്കെ ചേട്ടൻ ഒരുപാട് സ്പോട്ട് ഡബ്ബുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് ശബ്ദം നൽകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സ്പോട്ട് ഡബ്ബിംഗ് ആണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം, ചേട്ടൻ ഇങ്ങോട്ട് പോരാ. ഞാൻ എവിടെ നിന്നാലും അവര് കണ്ടോളും, കുഴപ്പം. അപ്പൊ ഇതില് ആ സ്പോട്ട് ഡബ്ബ് വരും. ഓക്കെ. ഇത്തരം കേസുകളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും
അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായ ഒന്നുമില്ല. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി പറയുകയാണ് ഇത് സാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് സുഗതൻ, തീർന്നിട്ടില്ല. കോടതിക്ക് നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണിത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്ക് നഷ്ടമായത് അവളുടെ ജീവിതമാണ്. അതിന് സാധാരണമാണെന്നാണ് കോടതി പറയുന്നെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റയറസ്റ്റ് ടു റയറസ്റ്റ്? hey, you are crossing the limits. You cannot question the court and for that I can enforce a code of conduct. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ണില്ല. അത്ര വിഷയം തിരിച്ചറിയില്ല. അതിന് കണ്ണ് കാണാതാവുക തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടുണ്ടാവില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 100 തവണ അവരെ തൂക്കിലെത്തി ആ കോടതി വിധിച്ചത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മാറണം. If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizen the right to freedom and the right to life. ഇഷ്ടമായ കൈയിടിയില്ലാതെ ഇപ്പൊ ഇനി ഇതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞല്ലേ മോഹൻലാൽ ഫാൻസ് ഉണ്ട്. മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിൽ കൈടിച്ച സന്തോഷം. ഞാനൊരു കട്ട ഫാനാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമ ഏറ്റവും വലിയ ഹിറ്റാണ്. ലൂസിഫർ ഇഷ്ടപ്പെടുന്നവരെന്ന് കൈയടിച്ച്. ആ ലൂസിഫർ എന്ന സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു ടീസർ ആദ്യം പുറത്തു വന്നു. ട്രെയിലർ അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ ആ ടീസർ ഇവിടെ ഒന്ന് സ്പോട്ട് ഡബ് ചെയ്യുകയാണ്. അപ്പൊ ഈ ടീസറിലെ എല്ലാ കഥാപാത്രങ്ങളെയും എല്ലാ നിങ്ങൾ അനുകരിക്കും. അതെ, ശരി, കാണാം. പക്ഷേ അതിനു മുമ്പ് ഒരു മിനിറ്റ് ഈ വിളക്കൊന്ന് മാറ്റി വയ്ക്കുമോ കുറച്ച്? എങ്കിൽ കാഴ്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും.